ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, നിയർ റബ്ബർ സൊസൈറ്റി, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ക്രിസ്ത്യാനിക്കല്ലേ ഇത് ഏറ്റെടുക്കേണ്ട കാര്യമുള്ളൂ. ഇതൊന്നും അല്ലെന്നേ സത്യത്തിൽ യേശുവിനെ മതത്തിൽപ്പെടുത്തരുത് കേട്ടോ. യേശു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. യേശു എന്ന് പറയുന്നത് വചനമാണ്, ഒരു മനുഷ്യൻ. എൻ്റെ ആങ്ങളയുടെ പിള്ളേർ സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞു, അവിടെ കമ്പൽസറി ആയിട്ട് ഓസ്ട്രേലിയയിൽ കമ്പൽസറി ആയിട്ട് ബൈബിൾ പഠിക്കണം. എൻ്റെ മൂത്ത ആങ്ങള നിരീശ്വരവാദിയാണ്. കമ്പൽസറി ആയിട്ട് ബൈബിൾ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാത്തൂന് ഓർത്തു ഇവിടെ ചേർക്കില്ലായിരിക്കും എന്ന്. അവർ പറഞ്ഞു, വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ മതത്തിയിട്ടല്ല ചേർക്കണേ, നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കും ഞങ്ങൾ അവർ വലുതാകുമ്പോൾ. ഇത് ബൈബിളിൽ കൂടി നടക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വാമൊഴിയാ പറഞ്ഞ കൽപ്പന അതാണ് യേശു. അയൽക്കാരനെ സ്നേഹിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം. ഇത് തന്നെയായിട്ട് എപ്പോഴും ദൈവം. ഞാൻ എപ്പോഴത്തെ ബൈബിൾ എടുത്ത് വായിച്ചാലും പറയണത് വചനം പാലിക്കാനാണ് എന്നോട് പറയണത്. അപ്പോൾ ഞാൻ എപ്പോഴും അത് ഓർത്ത് പരിശുദ്ധാത്മാവെ സഹായിക്കണേ, വചനം പാലിക്കണേ. എന്നിട്ട് ഇന്ന് ഞാൻ കടയിൽ ഒരു കൊച്ചുമായിട്ടേ ഞാൻ ഉറക്കം പറയണേ കേട്ടോ. പക്ഷെ ആ കൊച്ചോർക്കണം അതിനോട് ദേഷ്യപ്പെടണയാണ്. ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഒച്ചയെടുത്തു. എനിക്കെങ്കിൽ എൻ്റെ ശക്തി എപ്പോഴും ചോർന്നു പോവുക. ഞാൻ ഓർക്കുക ഇങ്ങനെ നമുക്ക് ആ യേശുപ്പൻ്റെ സ്വഭാവമാണെന്ന് ഞാൻ എന്നും കൊതിക്കും. എന്നിട്ട് എൻ്റെ ആ പഴയ സ്വഭാവത്തിൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 ദിവസത്തേക്ക് എഴുന്നേറ്റിക്കാൻ പറ്റില്ല. സങ്കടവും ദുഃഖവും ഞാൻ ഓർക്കാം. പഴയ എൻ്റെ ജഡസ്വഭാവം ഇപ്പോഴും എന്നെ നിൽക്കുന്നുണ്ടല്ലോ, അത് മരിച്ചിട്ടില്ലോ. അത് മരിച്ചിട്ട് ഞാൻ ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടിയാകണം. നമ്മുടെ ആ ജഡസ്വഭാവം നമ്മൾ എപ്പോഴും ഓർക്കും. വയസ്സാകുമ്പോഴല്ലോ ബൈബിൾ വായിക്കണ്ടേ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവനയച്ച മകനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. നമ്മൾ നല്ല പ്രായത്തിൽ ബൈബിൾ വായിക്കണം കേട്ടോ. യേശുവിനെ കൊണ്ട് ജീവിക്കണം. കുഞ്ഞിലേ യേശുവിനെ പഠിപ്പിക്കണം മക്കളെ കേട്ടോ. ആ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കണം കൂടെ. എൻ്റെ ദൈവം, ഞാൻ ഓർക്കും എൻ്റെ മക്കളൊന്നും എനിക്കൊരു ഭാഗ്യം കിട്ടിയില്ല. നമ്മളിപ്പോൾ എനിക്ക് പൗലോ കുഞ്ഞിനെങ്കിലും ആ യേശുപ്പനിൽ വളർത്തണം കുഞ്ഞിലെ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയണം, ദേഷ്യപ്പെടുക, വാശി പിടിക്കുക ഒക്കെ നെഗറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജിയിൽ പിള്ളേരെ നിറയ്ക്കണം, ചിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. അങ്ങനെയൊക്കെയുള്ള മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാകും. ഈ ദേഷ്യപ്പെടുന്നവർക്കൊക്കെ പ്രഷർ, പല ഹാർട്ടിന് പ്രോബ്ലം, ഒത്തിരി അസുഖങ്ങളും ഉണ്ടാകും. ദേഷ്യപ്പാൻ എനിക്ക് സങ്കടം വരുമെന്ന് ദേഷ്യപ്പെട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ഞാൻ ഓർക്കുക. ഇന്ന് ഞാൻ ബൈബിളിൽ വായിച്ച ആ കൊച്ചിനെ പറയണേ, അതിന് അറിയാൻ പാടാത്ത കാര്യമാണ്. മൂടനോട് തർക്കിക്കരുത്. ആ കൊച്ച് മൂടയല്ല, ആ കാര്യത്തിൽ അതിന് വിവരമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിനോട് തർക്കിച്ചതിന് ബോധം വരുത്തേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് മൂടൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മൂടനായിട്ടല്ല, വിവരമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കരുത്. അപ്പോൾ നമ്മൾ ആ കൊച്ചിന് വിവരമില്ലാത്തപ്പോൾ നമ്മളത് തർക്കിച്ച് അതിന് വിവരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? അപ്പം നമ്മളെപ്പോഴും ഇന്നത്തെ വചനം വായിക്കാവേ. 2 കൊരിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ നമുക്കൊത്തിരി ഇപ്പം എൻ്റെ കുഴപ്പമുണ്ട്. എനിക്ക് പണ്ടത്തെ ആ സ്വഭാവത്തിൽ വചനമൊന്നും കേൾക്കാണ്ട് നടന്നത് മൂർച്ഛനാവസ്ഥ എത്തിയ ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്ക് സങ്കടം വരിക. അപ്പോൾ സങ്കടപ്പെടണ്ട, എൻ്റെ കൃപ മതി. ആ പരിശുദ്ധാത്മാവ് എന്നെ മെനഞ്ഞ് യേശുപ്പൻ്റെ സ്വഭാവത്തോടാക്കും. അപ്പം ഞാൻ പറയണേ, എല്ലാവരും കുഞ്ഞിലേ മുതൽ യേശുപ്പൻ്റെ സ്വഭാവം ഫോളോ ചെയ്യട്ടെ. ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ, നിങ്ങളൊരു ഫ്രണ്ടായിട്ട് യേശുമ്പരാനെ കൂട്ട്. യേശു എന്നാന്ന് പഠിക്കുക. നമുക്ക് എല്ലാവരോടും ക്ഷമിച്ചാൽ നല്ലതാ. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കുകയെ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ ആട്ടോ. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സൊക്കെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കാരണം അത് നമ്മളിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ആ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം പിന്നെ എന്താ വേറെ എന്താ കാര്യം? പിന്നെ സ്കീമിൻ്റെ കാര്യം. എല്ലാവരും സ്കീം ചോദിച്ചാൽ ഞാൻ ഓർക്കുക, ഇപ്പം കൂടിയേക്കണേ ആരും എന്നെ കണ്ടവരല്ല. ഞാനിപ്പോൾ ഇനി ഇവിടെ ഉള്ളവരെ കൂട്ടാൻ പോകണുള്ളൂ. കണ്ടിട്ട് പോലുമില്ല. ഈ വീഡിയോക്കടെ ഉള്ള പരിചയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും സ്കീം പോകുന്നത്. ഒരിക്കലും പേടിക്കണ്ട കേട്ടോ, നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല. അത് തന്നെ ആയാലും എനിക്ക് ഉറപ്പും ധൈര്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഉറപ്പ് പറയുക. ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സ്കീമിനെ പറ്റി അറിയാൻ 9447575564 ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സ്കീമിൽ ചേരുമ്പോൾ നിങ്ങൾക്കത് അനുഗ്രഹമാകും, എനിക്കും അനുഗ്രഹമാകും. പിന്നെ ഞാനൊരു സ്ത്രീ തന്നെ. എല്ലാവരും ചോദിക്കും, പുറകെ ഭർത്താവും മക്കളും ഒക്കെ കാണും. സ്വർണ്ണക്കടയൊക്കെ തുടങ്ങാൻ ഇല്ല, എൻ്റെ പുറകെ ആരും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ മുമ്പിലൊരു വലിയ മുതലാളി ഓർമ്മ ഉണ്ടായിരുന്നു. അത് യേശുപുരാൻ എന്ന വലിയ മുതലാളി. പുറകെ ഞാനും ഓടി, വേറെ ആരുമില്ല. മഹത്വം അപ്പടി യേശുവിന്.
ആരും ഇല്ലായിരുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ, എന്നാലും അവന് ജോലിക്ക് പോകണല്ലോ. അപ്പോൾ വലിയ മുതലാളി കടയുടെ ഉടമസ്ഥനായത് കാരണം നിങ്ങൾ ആ സ്കീമിലൊന്നും ചേരുമ്പോൾ പേടിക്കണ്ട. അപ്പോൾ ഇത് ബനാറസിൻ്റെ, ഇത് ടിഷ്യൂ ബനാറസ് ആട്ടോ. നമ്മളിത് ആദ്യമായിട്ടാണ് കാണിക്കണേ. ഒരു ടിഷ്യൂ സിൽക്ക് അടിയിൽ ഇങ്ങനെ ബനാറസ് ഉണ്ട്. ഇതിന് കണ്ടോ ഒരു നല്ല ഗ്ലോയും ഉണ്ട് സിൽക്കിൽ. നമ്മളിത് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട്. ടിഷ്യൂ ബനാറസാണ് ഇത്. ബോട്ടത്തിൻ്റെ അടിയിൽ വർക്കുണ്ടല്ലോ. അതെയോ? ആ കൈക്ക് വന്നാക്കണേ, സോറി. കൈക്കൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നീളം കിട്ടും. അപ്പോൾ സെറ്റിനെ നല്ല നീളം കിട്ടും. ടിഷ്യൂ ബനാറസ് ആയത് കാരണം നല്ല രസമാട്ടോ. നമുക്കിപ്പോൾ പാർട്ടി വെയറിന് ഇത് നന്നായിട്ട് വിറ്റ് പോകുള്ളൂ. എത്രയും 2499 രൂപയുള്ളൂ. നമ്മളൊരു ഫങ്ഷൻ വെയറിന് റെഡിമെയ്ഡ് ഒരു ഇതെടുത്തേ നമുക്ക് നല്ല 10 രൂപയുടെ അടുത്ത ഒരു കണ്ട ഒരു ഇതുള്ളത് ഗ്രാൻഡ് ലുക്കുള്ളത് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിതെടുത്ത് തയ്ക്കുമ്പോൾ നമുക്ക് ഫങ്ഷൻ വെയറിന് ഇപ്പം ബനാറസിൻ്റെ ഇടാം. അത് ഫങ്ഷൻ വെയറിന് കൂടാണ്ട് നമുക്ക് എവിടെ പോകുമ്പോഴും ഇത് ഇടുകയും ചെയ്യാം. എനിക്കൊക്കെ മടുപ്പാട്ടോ സാരി കൊടുത്ത് ഫങ്ഷന് പോകാൻ. പക്ഷെ സാരി കൊടുത്താണ്ട് എങ്ങനെ ഫങ്ഷന് പോകും ഞാനൊക്കെ. പക്ഷെ ഓടിപ്പിടിച്ച്. പക്ഷേ ചുരിദാറാണെങ്കിൽ എന്ത് സുഖം. നല്ല രസമില്ലേ? അപ്പോൾ 2499 ഉള്ളൂ. അടിപൊളി സെറ്റുകളൊക്കെ ആട്ടോ. അടിപൊളി സെറ്റാണ്. ഇനി ബനാറസിൻ്റെ സാരി, ബനാറസിൻ്റെ ഇതൊരു 2-3 വർഷം ഇതൊക്കെ ആയിരിക്കും. ഇത് ഇത്രയും നാൾ വേറെ ഒരു സോഫ്റ്റ് സിൽക്ക് പോലത്തെയൊക്കെ അല്ലായിരുന്നു. അതൊക്കെ മാറി. ഇനി ഇതാണ് ട്രെൻഡ്. ഇങ്ങനെ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ എവിടെ ചെന്നാലും ബനാറസിൻ്റെ പല മോഡല്. അപ്പോൾ ഇത് കുറേ കാലം ഇനിയേ ഉള്ളൂ. ഇത് കേട്ടോ ഒറിജിനൽ സിൽക്കാണെന്ന് തോന്നുന്നില്ലേ? ഇത് ഒറിജിനൽ ആട്ടോ. ഇതിന് ശരിക്കും വില കൂടിയ സിൽക്ക് സാരിയിലൊക്കെ വന്നതല്ലേ ഇങ്ങനത്തെ ആ ഇത് സെൽഫ് പ്രിൻ്റ് ഇത് ജെറി വർക്കൊക്കെ. അപ്പോൾ ഭയങ്കര നല്ല സൂപ്പർ സംഭവമാണ്. 2499 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോട്ടോ. നല്ല ചുരിദാർ സെറ്റുകളാണ് കാണിക്കണൊക്കെ. നല്ല ചുരിദാർ സെറ്റും യേശുവിൻ്റെ കൃപയാൽ വീഡിയോ പിടിക്കാൻ ഇപ്പം സെലക്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. കൊറോണ കഴിഞ്ഞ കാലത്ത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം എന്തൊക്കെയോ സൂറത്തിൽ എന്തൊക്കെയോ പ്രോബ്ലം ഈ ഡീലർമാരും ഇതുമൊക്കെ തമ്മിൽ. അത് കാരണം സെറ്റുകളും തുണികളും മൊത്തത്തിൽ വരാത്തതെന്നൊക്കെയാണ് പറയണത്. അവരെന്തോ ഇത്ര ദിവസത്തിനുള്ളിൽ കാശ് കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയാണ്. ഇത് കണ്ടോ, ഇത് ഈ വില കൂടിയ കോട്ടനാട്ടോ. വില കൂടിയ കോട്ടണിൽ ലക്നോയി വർക്ക്, ഹാൻഡ് വർക്കാട്ടോ, ഹാൻഡ് എംബ്രോയ്ഡറിയാ, പ്യുവർ കോട്ടണാ. ഇതൊക്കെ ഇപ്പോൾ ഇട്ടതും ഇതുമൊക്കെ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയി കഴുകിയാൽ ഇതൊക്കെ ഡൈ ചെയ്തുണ്ടാക്കണം ആ സെയിം കളറിൽ. ഈ വില കൂടിയത് കഴുകുമ്പോൾ ആ പ്രോബ്ലം. ഒറിജിനലാണെങ്കിൽ മാത്രം കഴുകുമ്പോൾ കളറ് പോവും. നിങ്ങളൊരു 500 രൂപയുടെ അല്ലെങ്കിൽ 600 രൂപയുടെ ചുരിദാർ സെറ്റ് എടുത്താൽ നിങ്ങൾ റെഫ്യൂസ് ചെയ്യാം. ഒറിജിനലെല്ലാം ഒന്ന് ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണം. ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് കഴുകി ഉരുട്ടിയെടുത്ത് തന്നെ ഇതുവരെ കുഴപ്പം വന്നിട്ടില്ല. വാഷിംഗ് മെഷീനിൽ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കരാട്ടി മുടിയെ ചെയ്യുമ്പോൾ കഴുകുമ്പോൾ പോവും. ഓർഗാനിക് അല്ലാതെ ഇതെല്ലാം ഡൈ ചെയ്യുമ്പോൾ കളർ പോവും. പക്ഷെ ഉണങ്ങുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മറ്റേ കഴുകി തന്നെത്താൻ കൈ കൊണ്ട് കഴുകുമ്പോൾ അയിലയിലേയും കളർ പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഡൈ ചെയ്യണ സംഭവങ്ങൾ എല്ലാം ഡ്രൈ വാഷ് ചെയ്യണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കവറിൻ്റെ പുറത്ത് ഡ്രൈ വാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ കവർ മാറ്റി നമുക്ക് ബില്ലടിച്ച് റാക്കറ്റിൽ വെക്കാൻ പറ്റുമോ? എങ്കിൽ എല്ലാം ഊർന്ന ചാറിനെ ഏതെങ്കിലും തുണി കളർ പോവോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ തുണി ലാസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞേ ഇപ്പം മനുഷ്യരുടെ ആയുസിന് തന്നെ ഉറപ്പില്ല. അന്നേരമാണോ ചേച്ചി തുണിയുടെ കാര്യം? നമുക്ക് ആരും ഒരു ഉറപ്പുമില്ല. ഇത് 2190 കേട്ടോ. സൂപ്പർ സംഭവം. ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോളാണ് കേട്ടോ. ഒറിജിനൽ ക്രേപ്പിൻ്റെ ഷോൾ ഒരു വെറൈറ്റി സെറ്റല്ലേ നോക്കി. നല്ലൊരു വെറൈറ്റി സെറ്റാണ്. 2490 അല്ലേ? 2190, 2190. അപ്പോൾ ഞാൻ കാണിച്ച ബനാറസും ഇതും എല്ലാം വില കൂടിയതെല്ലാം ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്തു. എല്ലാം തന്നെ ഡ്രൈ വാഷ് ആയിരിക്കും. നമുക്ക് കണ്ടാൽ കോമൺ സെൻസിൽ അറിയാമല്ലോ ഏതൊക്കെ ഡ്രസ്സ് കഴുകിയാൽ പോകില്ല. കോട്ടയൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകാറില്ല. ഞാൻ പിന്നെ അധികം ഒന്നും കഴുകാറില്ല. കാരണം ഏത് കഴുകിയാൽ പോകും, കഴുകാത്ത എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ കാണാവുന്ന ഡ്രസ്സെല്ലാം കഴുകി കളർ പോവുമോ? നമ്മൾ കാഞ്ചീപുരം സാരി എടുക്കുമ്പോൾ ഒന്ന് കഴുകി നോക്കിക്കേ. കളർ പോകുന്ന ഒരു 50,000
50,000 ഡ്രൈ വാഷ്. ഒറിജിനൽ എല്ലാം കഴിയുക, കളറ് പോയി ചുരുങ്ങും. ഒറിജിനൽ അല്ലെങ്കിൽ ഒറിജിനൽ അല്ല, അതിൽ പോളിസ്റ്റർ മിക്സിങ് കയറുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകണേ. 50 രൂപയുടെ തുണി നമ്മൾ ഇവിടുന്ന് എടുത്തോ മീറ്ററിന് ഒരു കാരണവശാലും അത് പോകില്ല. അപ്പം ഒറിജിനൽ 500 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം മീറ്ററിന്. അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമില്ലേ നോക്കി. 2190 ഒറിജിനൽ കോട്ടനാണ്, ലക്നോയി വർക്കുമാണ്, സൂപ്പർ സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കണതിൻ്റെ ജോർജറ്റാട്ടോ. ഇതിൻ്റെ ഞാൻ ഇട്ടേക്കണ ക്രിസ്പി സിൽക്കാട്ടോ. ഈ ജോർജറ്റും ക്രേപ്പും ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്പി നീളം ഞങ്ങൾ പറഞ്ഞു മടുത്തു. നീളം നമുക്ക് 47 കിട്ടില്ല. ഇതേ കേട്ടോ, ഞാൻ ഇതിൻ്റെ സൈഡിൽ കസവായത് കാരണം ഞാനിവിടെ കസവ് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ അതുപോലെ തന്നെ നീളം കിട്ടിയില്ലെങ്കിൽ ഈ സെറ്റിൻ്റെ സൈഡിൽ നിന്ന് പോണ പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക, അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ വല്ലതും കൊടുക്കേണ്ട വരും. ഇതിന് പക്ഷെ നീളം ഉണ്ടെന്ന് തോന്നുമല്ലോ അല്ലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് നീളമുണ്ട്. നമ്മളെപ്പോഴും പരാതി പറയാറുണ്ട്, കാരണം ഈ സെറ്റിന് വലിയ ഡിമാൻഡാണ്, ആൾക്കാർ നീളം കിട്ടണില്ലേ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന് കണ്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം നീളം തോന്നിക്കണം. അപ്പം നീളം കിട്ടിയില്ലെങ്കിൽ ഈ ചില സെറ്റ് ഒത്തിരി രസമായിരിക്കും, പക്ഷെ നമ്മൾ പറയണ പോലെ നീളം കിട്ടില്ല. അപ്പോൾ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ സെറ്റൊക്കെ വീഡിയോയിൽ കാണിച്ച ഒരു സെക്കൻഡും കൊണ്ട് തീരും. ഇതിട്ടാൽ എനിക്കിത് ഇപ്പം ഞാൻ ഇട്ടേക്കണ സെറ്റ് ഇടുമ്പോൾ വലിയ ഇഷ്ടം, നല്ല കളറ്. അവർ പറയും മുഖത്തിനൊക്കെ ഒരു വെളിവ് വെച്ചു എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ അത് ഊരില്ല. എൻ്റെ കാര്യം പെട്ടെന്ന് തീരും, കാരണം എപ്പോഴും ഇനി അതായിരിക്കും ഇടണേ. ഇതിൻ്റെ റേറ്റ് 1599 അപ്പോൾ ഒറിജിനൽ, ഇതൊക്കെ ഒറിജിനൽ ക്രേപ്പാണ്. അപ്പോൾ ഡ്രൈ വാഷ് ചെയ്യേ പറ്റുള്ളൂ, കഴുകുമ്പോൾ ചുരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുക, പിന്നെ അല്ലാണ്ടൊക്കെ ചെയ്യുക. ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യുക. ഒറിജിനൽ എല്ലാം ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റിനാണ് കുഴപ്പമില്ലാത്തത്. അതിപ്പോൾ സ്വർണ്ണം നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, 916 ലൈറ്റ് വെയ്റ്റിനേക്കാളും നമുക്ക് ലാസ്റ്റിങ് ഉള്ള 18 ക്യാരറ്റാണ്. അപ്പോൾ ഇച്ചിരി കോപ്പറൊക്കെ കൂടുമ്പോൾ പണിയുമ്പോഴും ലാസ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇതിനൊക്കെ നീളം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി മേളിലോട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തയ്യക്കാരോട് പറഞ്ഞത് ചെറിയ പീസ് ഇത് ഇവിടെ നിന്ന് കൊടുത്താൽ മതി, ഒരു മനോഹരമായിട്ട് ഇരുന്നോളുകയും ചെയ്യും. ഇവിടെ യോക്കി പീസ് വെക്കണ പോലെ. അപ്പോൾ നമുക്ക് ലെങ്താവും, കൈക്കും കിട്ടുകയും ചെയ്യും. പക്ഷേ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. നിങ്ങൾ തന്നെ കഴിയുമെങ്കിൽ നല്ല ലെങ്തി കഴിയാൽ മതി. നല്ല കളർ ചാർട്ടല്ലേ ഇത്. ഇങ്ങോട്ട് നോക്ക്, ഇത് ഭംഗി സെറ്റ്. ആകെ റേറ്റും ഇതേ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത സൂപ്പർ കോട്ടൺ ബോട്ടം 159 ഉള്ളൂ. നമ്മുടെ ആ ഒറിജിനൽ കോട്ടയൊക്കെ ഉണ്ടാക്കണില്ലേ, അവരുടെ അടുത്ത ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ കാരണം അവരുടെ ആ നാട്ടിൽ ഇത് മാത്രം ഉണ്ടാക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയാറില്ലേ, അവർക്കിടെ എല്ലാ ഡ്രസ്സിനും ഈ മോച്ചായ. ഇതൊക്കെ തയ്ച്ചിട്ടെങ്കിൽ എൻ്റെ വണ്ണം എന്ന് വെച്ചാൽ കുറവ് തോന്നിയാണ്. 1599 ഉള്ളൂ കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒതുക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വണ്ണം കുറയ്ക്കാമെന്ന്, തീറ്റ കുറയ്ക്കാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേരോ എൻ്റെ ഇവിടെ എപ്പോഴും ഭയങ്കര അടുപ്പമുള്ളവരാണ്. അവിടെ ഒറിജിനൽ നാടൻ അച്ചപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞേ. ഉടനെ ഞാൻ പറഞ്ഞു 1 കിലോ അച്ചപ്പം വേണം. എന്നിട്ട് അച്ചപ്പം തീറ്റ രാത്രി. അത് നിങ്ങൾ ഓർക്കണം, 1-2 തിന്ന ഈ പ്രായത്തിൽ 1/4 കിലോ ഇന്നലെ മിനിഞ്ഞാന്ന് പൊടിച്ചിട്ട് ഇന്നലത്തെ കൊണ്ട് തീർന്നു. 1/4 കിലോ. ദൈവമേ, എന്തോ ഒരു അച്ചപ്പം കാണും. കേശപ്പം ഒന്നും ആപത്ത് വരാണ്ടിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ. തീറ്റയുടെ അതാണ്. പിന്നെ വണ്ണം കുറയും. മുട്ട, അച്ചപ്പം, നല്ല സാധനം പറക്കി തിന്നുന്നേ. ഇപ്പം പേടിച്ചിട്ട് കശുവണ്ടി മേടിക്കണില്ല. ഇച്ചിരി ഇങ്ങനെ വെച്ചോ ഷോൾഡറിൽ. നല്ല കളർ കോമ്പിനേഷൻ അല്ലതേ ഞാൻ ഇട്ടേക്കുന്ന സെയിം കളർ കോമ്പിനേഷൻ. എല്ലാ കളറും നല്ല ആട്ടം. ഞാൻ മിക്കവാറും ഇതിൻ്റെ പച്ച റെഡും എടുക്കാനാണ് ചാൻസ്. ഈ ജോർജറ്റിൻ്റെ പച്ച. ഞാൻ പിന്നെ കഴുകില്ലാത്ത കാരണം ചുരുങ്ങൊന്നുമില്ല. ഞാൻ 2 വർഷമൊക്കെ ആകുമ്പോൾ പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. ഇതിൻ്റെ കളർ ചേഞ്ച്. അപ്പോൾ പെട്ടെന്ന് എല്ലാം എടുത്തോ. എല്ലാം നല്ല സെറ്റാണ്. ഈ സെറ്റ് കണ്ടോ, ഇതെന്ത് മെറ്റീരിയലാണ് ഇത്? ബ്ലൂമിങ് ഇതാന്ന് തോന്നുന്നു. ഇത് കൂട്ടിൻ്റെ ആണോ, മറ്റേ വിചിത്രയാണോ? ബ്ലൂമിങ് വിചിത്രയാണെന്ന് തോന്നുന്നു അല്ലേ? വിചിത്രയല്ല, എന്തോ ആ മോച്ചായൊക്കെയുള്ള തുണി പോലെ തോന്നിക്കും. നല്ല സിൽക്ക് തുണി. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഇതൊരു ഭംഗിയാണ്. ഓ എൻ്റെ അമ്മ, ഇതിൻ്റെ വർക്ക് കണ്ടിട്ടാണ് ഞാനിത് എടുത്തത്. അയ്യോ,
1299 ഉള്ളൂ കേട്ടോ. ഇതേ ഷോളിത് എത്തൊരു രസം നോക്കി. യോക്കിലി വർക്ക് ദേ കമ്പ്യൂട്ടർ എംബ്രോയിഡറി ആയിട്ടല്ലേ പണ്ടത്തെ കാലത്ത് റാനു മെഷീനിൽ ഇങ്ങനെ വർക്കടിക്കൽ പ്ലെയിനിൽ നമ്മുടെ കടയിലൊക്കെ ഇതായിരുന്നു തൊഴിൽ. എൻ്റെ അമ്മേ, എനിക്കിതൊക്കെ അടിക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ലായിരുന്നു. ജീവിക്കാൻ വേണ്ടി പലതും പഠിച്ചു. റാനു മെഷീനൊക്കെ പഠിക്കണം എന്ന് ഓർത്തു, പഠിച്ചു. എന്നിട്ട് ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പഠിക്കാൻ വന്നൊരു കൊച്ചിന് ഞാൻ വർക്ക് അടിച്ചു കൊടുത്തിട്ട് ഞാൻ തിരിഞ്ഞ് നടന്നപ്പോൾ ഇങ്ങനെയാണോ അടിക്കേണ്ടതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അടുത്ത സ്റ്റിച്ച് കാണിച്ചു. ഇങ്ങനെയാണോ അടിക്കേണ്ടതെന്ന് ചോദിക്കും. 5 മിനിറ്റ് കൊണ്ട് അങ്ങനെ രജനി എൻ്റെ രജനിക്ക് ഞാൻ മനസ്സിൽ പടം പറയും. ഇങ്ങനെ രജനി ആ പടം എന്നെ അടിച്ചു കാണിക്കും. ഞങ്ങൾ എന്തോരം എംബ്രോയിഡറിയിൽ ഞാൻ എന്തോരം കാശ് വാരിയതാണെന്നറിയാമോ. രജനീനെ കെട്ടിച്ചപ്പോൾ പിന്നെ ആരും വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കങ്ങ് മടുപ്പായി. മറ്റേ ഇലയില്ലാണ്ട് പൂക്കളും കൊണ്ടൊരു വസന്തമായിരുന്നു ഞങ്ങൾ. ദൈവം ഞങ്ങളങ്ങനെ ഡിസൈൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിപ്പോയത് ഒത്തിരി അബദ്ധമായിപ്പോയി. ഞാനൊക്കെ പണ്ടത്തെ എംബ്രോയിഡറികൾ ഇപ്പോൾ എല്ലാം പൊങ്ങി വന്നില്ലേ. അതുപോലെ ഞങ്ങളുടെ കുറേ എംബ്രോയിഡറി ഉണ്ട്. അതൊക്കെ പറക്കി ആരെയൊക്കെ അന്വേഷിച്ച് എൻ്റെ കയ്യിലൊന്നുമില്ല. തപ്പി പറക്കിയൊക്കെ എടുത്തൊന്ന് ശരിയാക്കണം എന്ന് ഓർക്കണം. ഇതേ നോക്കി, അടിപൊളി സംഭവം. ഇത് ബോട്ടിൽ ഗ്രീനിലാട്ടോ. 1299 ഉള്ളേ. നമ്മളിപ്പോൾ ചുരിദാർ സെറ്റുകൾ നോക്കാം. ഒരു 15 വർഷമൊക്കെ ആകുമ്പോൾ അതിനെ ഒന്ന് മോഡേൺ ആക്കി ഇങ്ങനെ സെറ്റുകൾ ഇറങ്ങുക. പുതിയ ഫാഷനൊന്നും അല്ല, നമ്മൾ കണ്ടതുമൊക്കെ അല്ലേ. അപ്പോൾ ഈ എംബ്രോയിഡറികളൊക്കെ ഞാൻ കണ്ടപ്പോൾ ഓർക്കും ഇങ്ങനത്തെ എംബ്രോയിഡറി നമ്മൾ അടിക്കണമായിരുന്നു. എനിക്ക് ബ്ലാക്ക് ചുരിദാറിൽ ഇങ്ങനെ കളർ കോമ്പിനേഷനിലുണ്ടായിരുന്നു. 1299 ഉള്ളൂ. അത് ചുമ്മാ അന്ന് കോട്ടൺ തുണിയൊക്കെ കിട്ടാനുണ്ട്, പ്ലെയിൻ തുണിയോ വല്ലതും കിട്ടാനുണ്ടോ അന്നത്തെ കാലത്തൊക്കെ. ഇപ്പം എന്തോരം വെറൈറ്റി തുണിയെ കിട്ടാനുള്ളത് അല്ലേ. ഏകദേശം ഒരു സൈസ് 1-2 തുണിയുണ്ട്. അതിന് വർഷത്തിൽ 2 ജോഡി ഡ്രസ്സല്ലേ എടുക്കണേ, കളർഫുൾ. ബാക്കിയൊക്കെ യൂണിഫോം. 1299. അപ്പോൾ അന്നത്തെ ഡ്രസ്സിനോടുള്ള കൊതി ഇപ്പോഴും ഉണ്ട്. ഡ്രസ്സ് കണ്ടാൽ കൊതി. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കൊന്നും ഡ്രസ്സൊന്നും വേണ്ട. അവർ ജനിക്കണ വഴി എന്തോരം വേണേലും മേടിച്ചു കൊടുക്കും. നമ്മുടെയൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങളുള്ള കാരണമല്ലേ ഇങ്ങനെ. പുതിയ തലമുറേനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് എന്ത് പറഞ്ഞാലും അപ്പനും അമ്മയും മേടിച്ചു കൊടുക്കാം, തുണി മേടിച്ചു കൊടുക്കാം. അവർക്ക് ഒന്നിനും ആവശ്യമില്ല. പിന്നെ അവർക്ക് ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹം. എന്തെങ്കിലും എയിമുകൾ വേണ്ടേ. നമ്മളെപ്പോഴും കുഞ്ഞു പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം ഓരോ എയിം. നീ വലുതായി ഒരു വീട് വെക്കണം. അങ്ങനെ ഇപ്പം എൻ്റെ അപ്പുക്കുട്ടനോട് മുന്തിരി കളർ അപ്പുക്കുട്ടൻ്റെ കല്യാണം ഫോറിൽ ഞങ്ങൾ ഒന്ന് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു. അവന് CA ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. CA പഠിച്ച് കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല. CA പഠിച്ച് ജോലി കിട്ടി, ഒരു വീടും മേടിച്ച് PR കിട്ടിയിട്ട് നമുക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞുമാണ് M4 ഇട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ ഞങ്ങളതിന് മാറ്റി. 28 വയസ്സല്ലേ ഉള്ളൂ. 30 വയസ്സാകുമ്പോൾ 1.5 വർഷത്തോടെ കഴിയുമ്പോൾ PR ആകും. പിന്നെ വീട് മേടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നല്ല അടിപൊളി CA പാസ്സായി അടിപൊളി ജോലി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണം ആലോചിക്കണേന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അപ്പോൾ നമുക്കതൊക്കെ ആയിട്ട് കെട്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മോഹന വാഗ്ദാനം കൊടുത്തേക്കുക. അങ്ങനെ പിള്ളേർക്കൊരു എയിം വേണം. എന്നാലാണ് ചുമ്മാ മുറൂണിൽ നല്ല വർക്ക് കേട്ടോ. ഞാൻ വർത്താനത്തിൽ പറയുമ്പോൾ നിങ്ങൾ വർത്താനം മാത്രം കേട്ടിരുന്നാൽ പോലട്ടെ. ചുരിദാർ സെറ്റ് എടുത്തില്ലേ പെണ്ണുങ്ങൾ എന്നെ വഴക്കുറയും. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവർ ചുരിദാർ എടുക്കാത്തതാണ്. അത് കാരണം നിങ്ങൾ ചുരിദാർ എടുത്തില്ലെങ്കിൽ അവരെന്നെ വഴക്കുറയും. പിന്നെ ഞാൻ വർത്താനം പറയില്ല അടുത്ത വീഡിയോയിൽ. ഡ്രസ്സ് നിങ്ങൾ എടുക്കുകയും ചെയ്യണേ. നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ അരമണിക്കൂർ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ബോറടിക്കാണ്ടിരിക്കാനാണ് ഞാൻ വർത്താനം പറഞ്ഞത്. ഈ ഷോൾ കണ്ടോ, ഫുൾ സ്കാലപ്പാണ്. അതിൽ ദേ നല്ല ഡിസൈനുകളും ഉണ്ട്. ഇത് ബ്ലാക്കിലെ ഫോട്ടോ കിട്ടിയില്ലേ. ഫോട്ടോയ്ക്ക് യൂസ് ചെയ്താ അതും നല്ലതാ കേട്ടോ. നമ്മുടെ സെമി ടെസർ സാരിയില്ലേ അതുപോലെ ചുരിദാർ സെമി ടെസറിൻ്റെ നല്ല രസമില്ലേ നോക്കി. 1390. ശരിക്കും ടെസറിൻ്റെ പോലെ ഇല്ലേ. ഇതൊക്കെ കഴുകുമ്പോൾ ഒന്ന് സ്റ്റാർച്ചൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് തന്നെ കഴുകാമായിരിക്കും കേട്ടോ. എന്തായാലും വാഷിംഗ് മെഷീനിൽ കഴിയാൽ മതി കേട്ടോ. ഈ കഴുകി ഈ പേസ്റ്റ് ചാർട്ടൊക്കെ പുതിയ കളറൊക്കെ ഡൈ ചെയ്യണത് ഉണ്ടാക്കണമല്ലേ. ഇങ്ങനെ തൂക്കിയിടുമ്പോൾ അതിലേലും കളർ പിടിച്ചിരുന്നാലും
വാഷിംഗ് മെഷീനിലാകുമ്പോൾ ആ പരിപാടിയില്ല. സൂപ്പർ സംഭവമാണ്. നല്ല കളേഴ്സും പെട്ടെന്ന് തീരും കേട്ടോ. 1399 ഉള്ളൂ. ഈ ടോപ്പിൻ്റെ തുണി ഫുൾ അല്ലേ 1390 ആണ്. ഫുള്ള് ഇങ്ങനെ വർക്കുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ലെങ്തും ഉണ്ട്, ഷോളും ഒക്കെ ലെങ്ത് ഉണ്ട്. പിന്നെ പണ്ടത്തെ 2.5 മീറ്റർ ഷോളൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ സാരി പണ്ട് നമ്മുടെ എൻ്റെ ചിന്ത 6 മീറ്റർ ഉണ്ടെന്നാണ്. നമ്മൾ 1 ലക്ഷം രൂപയുടെ കാഞ്ചീപുരം എടുത്താലും 6 മീറ്ററേ ഉള്ളൂ. 70 സെൻറ്റിമീറ്റർ ബ്ലൗസിനുള്ളൂ. കാരണം വീതി ഉണ്ടല്ലോ. ഞാൻ ഓർത്ത എല്ലാം 6 കട്ട് ചെയ്യണ തുണി മാത്രം 6 കിട്ടുള്ളൂ. എല്ലാ സാരി 6 മീറ്റർ ഉള്ളൂ. അതുപോലെയൊക്കെ ഇപ്പം ഷോളൊക്കെ നമ്മൾ കട്ട് ചെയ്ത പണ്ടത്തെ സിൽക്ക് ഷോളുകളൊക്കെ 2.5 ഉണ്ടായിരുന്നു. ഇപ്പം 2.30 ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഷോളൊക്കെ കണ്ടോ, നല്ല രസമില്ല, അടിപൊളിയല്ലേ, അടിപൊളി അടിപൊളി. ഇതേ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീമിലൊക്കെ ചേരണം കേട്ടോ. സ്വർണ്ണം എടുക്കാനും മന്നെ പെണ്ണുങ്ങൾ സ്വർണ്ണക്കട തുടങ്ങിയാൽ വിജയിക്കുമോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചതാട്ടോ. എന്നെ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ സ്ത്രീകൾ, ഇത് കാണുന്നവരുടെ ഉത്തരവാദിത്തം കേട്ടോ. ദേശപ്പ എനിക്ക് ഞാൻ പറഞ്ഞില്ല, പകുതിയായപ്പോൾ നടത്തണമെന്ന് വരെ നമ്മൾ ഓർത്തതാണ്. എനിക്കൊന്നും സാധിക്കില്ല, പക്ഷെ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവള്. ആമേ. ഇതൊക്കെ ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത് വചനമൊക്കെ. ഷോള് 21 മിനിറ്റായോ? അയ്യോ, എന്നാൽ വാചകടി നിർത്തിയിട്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം. ഗ്രീൻ, നല്ല പേസ്റ്റൽ ഗ്രീൻ. കുറച്ച് സാധനം കാണിച്ചോളൂ അല്ലേ. ഇത് കണ്ടോ, കക്കോബ, നല്ല രസമുള്ള കക്കോബ യോക്ക് ഇങ്ങനെയുണ്ട്. അതിൻ്റെ ഷോളും കണ്ടോ കേട്ടോ. ബോട്ടോ നല്ല കോട്ടനെ ഇങ്ങനെ ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ. ലെങ്ത് 46, 47 കിട്ടും. ടോപ്പിൻ്റെ അടിയിൽ ഇതുണ്ട്. ചിലർക്കത് ഇഷ്ടമില്ല, ഇഷ്ടമല്ലാത്തവർ അഴിച്ചു കളഞ്ഞാൽ മതി, കയ്യിലേക്ക് എടുത്ത് വയ്ക്കാമല്ലോ. അത് ഷോളൊക്കെ ഈ യോക്കിലെ പീസാണ്. നല്ലൊരു വെറൈറ്റി അല്ലേ, നോക്കിയതേ. വലിയ വിലയില്ല, 1190 ഉള്ളൂ. ബാക്ക് പ്ലെയിൻ ആട്ടോ, ബാക്ക് പ്ലെയിൻ. ആ ഫ്രണ്ട് മാത്രം ആട്ടോ കക്കോബേ ഉള്ളൂ, ഡിസൈനുള്ളൂ. നല്ല സിൽക്ക് ഷോള് 1190 ഉള്ളൂ. ഇതിൻ്റെ കളേഴ്സ് കാണിക്കാതെ. സാധാരണ ചുരിദാറിൻ്റെ സ്പീഡിൽ പോണേ എന്ന് വർത്താനം കൂടിയിട്ടാണ്. 1190. നല്ല കളേഴ്സാണ്, നല്ല സെറ്റ്. ഈ വിലയ്ക്ക് നല്ല സെറ്റാണ്. പ്യുവർ ഹക്കോബ, നല്ല കോട്ടൺ പ്യുവർ ഹക്കോബയാണ്. നല്ല കളറും നല്ലൊരു നമുക്ക് റെഫ്യൂസിന് ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഇപ്പം ഇനി സ്കൂളൊക്കെ തുറക്കുമല്ലോ, എല്ലാവർക്കും ചുരിദാർ സെറ്റൊക്കെ വേണ്ടേ. സ്കൂള് തുറക്കണം എല്ലാവർക്കും. ഒത്തിരി ഇങ്ങനെ 1190. മഴയൊക്കെ ആയത് കാരണമാണെന്ന് തോന്നുന്നു. അപ്പടി ഇപ്പോൾ ഓൺലൈനിലാണ് കൂടുതൽ. ആൾക്കാർക്ക് മഴയാകുമ്പോൾ ഇറങ്ങാൻ ഭയങ്കര പാട്. വെയിലാക്കി പറയും വെയിൽ പാട്. എന്ത് ചെയ്യുമാവും ഞങ്ങൾ. 1190. അടിപൊളി സംഭവമാണ്. ഇത് തന്നെയല്ല, അത് കാണിച്ചിട്ട് കാണിക്കാം. സെയിം മോച്ചായുള്ളത് വേണ്ടല്ലോ എന്ന് ഓർത്താം. ഇനി ഫുൾക്കാരിയുടെ ഫുൾ വർക്ക്. ബാക്ക് പ്ലെയിൻ സിൽക്കി കോട്ട. ബോട്ടം ലൈനിങ് ഉണ്ടോ? ബോട്ടം മാത്രമാണോ? ലൈനിങ്ങും ഉണ്ട്. ലൈനിങ്ങും ഉണ്ട്, ബോട്ടം ഉണ്ട്. ഫുൾക്കാരി നല്ല രസമുള്ള, വലിയ വിലയൊന്നുമില്ല. എത്ര? 999 ഉള്ളൂ. സെയിം കളർ പ്രിൻ്റഡ് നല്ല സിൽക്കി കോട്ടയുടെ ഷോള്. അപ്പോൾ പെട്ടെന്ന് എടുത്തു. നല്ല സെറ്റാണ്, അടിപൊളി ഷോളും കറക്റ്റ് കളർ ഷോളും. ഇത്രയും വിലയല്ലേ ഉള്ളൂ.
990 അല്ലേ? 900 ഇതിങ്ങനെ നമ്മൾ സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ടോൺ ടു ടോൺ ഒരേ കളറേ. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ഒക്കെ എടുക്കലേ നടക്കുകയുള്ളൂ. ലൈനിങ്ങും പോട്ടോ എല്ലാം ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. പിന്നെ ഒന്നും അന്വേഷിക്കേണ്ട. ഇതൊക്കെ ചവിട്ടിപ്പറിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ കഴുകുമോ, എന്നെ കാണിച്ചത് തന്നെത്താൻ കഴുകുമോ, എന്ത് ഇടലും ചെയ്തു. വാഷിംഗ് മെഷീൻ കഴിയാൻ കൂടുതലും നല്ലത്. ഞാനിപ്പോൾ ചൂടത്ത് തേക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആൾക്കാർ ചൂടത്ത് തേക്കല അതൊക്കെ ഒഴിവാക്കി. ഇങ്ങനെ ചൂടത്ത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തേച്ചോണ്ട് എവിടെയെങ്കിലും കത്തിച്ചോണ്ട് തന്നെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇത് കണ്ടോ, കോട്ടണിൽ യോക്കിൽ ഇങ്ങനെ വർക്ക്, നല്ല കോട്ടൺ ഷോള്. എത്രയാണ്? 1290. ഇതുണ്ടോ, ഇത് കുർത്ത പോലെയൊക്കെ ഇടാം. വേണമെങ്കിൽ ഷോൾ ഇടേണ്ട സമയത്ത് ഷോളും ഇട്ടാൽ മതി. പ്യുവർ കോട്ടൺ ആട്ടോ. നല്ല സ്പ്രൈസിൻ്റെ ഷോള്. അതിങ്ങനെ കെട്ടി വെച്ചേക്കണമായിരുന്നു. അഴിച്ച കാരണമാട്ടോ ഇങ്ങനെ ചുരുണ്ടിരിക്കണേ. ആ ചുരുണ്ടിരിക്കണ ഭംഗിൻ്റെ നിവർത്തണ്ട. 1290 പ്രൈസാട്ടോ. ബോട്ടം നല്ല സെറ്റുകളാണ് കാണിക്കണ, എല്ലാം നല്ലതാണ്. വലിയ വിലയില്ല, എന്നാൽ കണ്ടാൽ നല്ല സെറ്റുകളാണ്. ഇത് ഇങ്ങനെ കുർത്തയായിട്ട് യൂസ് ചെയ്യാം. എൻ്റെ വർക്കുള്ള കുർത്ത ഇപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. 1290 അല്ലേ? $1290. ഇത് സമയം എത്ര? 27. ഇത് കണ്ടോ, സോഫ്റ്റ് സിൽക്ക്, കഴുത്തിൽ നല്ല വർക്ക്, ബോട്ടോ ഇങ്ങനെ സെയിം നല്ല സെറ്റ് കേട്ടോ. കണ്ട ഹാൻഡ് വർക്കാണെന്നും നല്ല ഷൂവോ. 650 രൂപ. സ്കൂളൊക്കെ തുറക്കുമല്ലേ, വില കുറഞ്ഞതും വേണ്ടേ. പക്ഷെ നല്ല സെറ്റാട്ടോ. ഈ വിലയ്ക്ക് ഇത് സൂപ്പർ സെറ്റല്ലേ. ഇത് ഹാൻഡ് വർക്കാണ് തോന്നുന്നു, മിഷൻ എംബ്രോയ്ഡറി ആണ്. ഫോട്ടോ ഒക്കെ സെയിം കളറ്. നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ ടോപ്പാണ്, നല്ല ലെങ്തും ഉണ്ട്. ആകെ 650 രൂപയോ. സൂപ്പറാട്ടോ. 650 രൂപ. പെട്ടെന്ന് എടുത്തോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ അടിച്ചൊന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.